വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അതിനാലാണ് ഒരു മാസത്തെ ശമ്പളം താൻ നൽകാൻ തീരുമാനിച്ചതെന്നും പക്ഷേ അതിന്റെ വിനിയോഗത്തിൽ ഒരു വ്യക്തത വേണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊരു തെറ്റുമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ UDF MLA മാർ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത്, ഇതിൻ്റെ നടത്തിപ്പ്, ഈ CMDRF ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അത് പുതിയ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പെറൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ല, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം എല്ലാവരും ഫണ്ട് കൊടുക്കണം. പക്ഷേ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോൾ ഈ ഫണ്ട് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയാണ്. അതിനെ നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു ജനതയുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ക് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അല്ല, അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതിൻ്റെ വ്യക്തത വരുത്തണം, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. അത് മിസ്യൂസ് ഉണ്ടാകാനില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഇതിനെതിരെ പ്രചാരണം നടത്തുന്നവരോട് എന്താണ്? അല്ല, ഇപ്പോൾ ആരും അങ്ങനെ പ്രചരണമൊന്നും നടത്തുന്നില്ല. എല്ലാവരും ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫണ്ട് സ്വീകരിക്കുന്ന ഗവൺമെൻറ് അത് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും ജാഗ്രതയും പാലിക്കണം. അത് ട്രാൻസ്പെറൻ്റായി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നല്ലോ കഴിഞ്ഞ തവണ പ്രശ്നങ്ങളുണ്ടായത്, ലോകായുക്ത വരെ കേസ് പോയത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നാണ് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. CMDRF-ൽ നിന്ന് ഇനിയും കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പ് നൽകേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ദുരന്തമുഖത്ത് കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു സുധാകരൻ പറഞ്ഞത്. അതേസമയം KPCC പ്രസിഡന്റ് K സുധാകരനെ തള്ളിപ്പറയുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വയനാടിനായി ചിലവഴിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ സുതാര്യത വേണം. ഇക്കാര്യത്തിൽ K സുധാകരനുമായി അഭിപ്രായ വ്യത്യാസമില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സുധാകരൻ തന്നെ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ചെന്നിത്തല ആവർത്തിക്കുന്നത്.